എന്താണ് ഈ വിഷയത്തിൽ ചലച്ചിത്ര സംഘടനകളുടെ നിലപാട്? എമ്പുരാനിൽ പരസ്യ നിലപാട് പറയാതെ AMMA മോഹൻലാൽ ചിത്രമായതിനാൽ നിലപാട് വ്യക്തമാക്കാൻ AMMA പ്രതിനിധികൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. ഫെഫ്കയും പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. സജോ ദേവസ്യ നൽകും വിശദാംശങ്ങൾ. സജോ, AMMAയുടെ ഒരു മുൻ പ്രസിഡന്റാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദത്തിൽ നിൽക്കുന്നത്. മലയാളത്തിലെ വലിയൊരു താരം, മറ്റ് മലയാള സിനിമയിലെ വലിയ താരങ്ങൾ, മറ്റ് ഭാഷകളിൽ വലിയ ചർച്ചയായി മാറി നിൽക്കുന്ന മലയാളത്തിന്റെ ഒരു സ്വന്തം സിനിമ ഇത്രയധികം വിവാദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഇങ്ങനെ കസ്ത്രിക വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു സിനിമാ സംഘടനകൾക്കും ഒരു പ്രതികരണവും നടത്താനില്ലേ ഇവിടെ? സജോ. റോഷ്നി, സമീപകാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഏതെങ്കിലും ഒരു ചിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ബിഗ് ബജറ്റ് ചിത്രത്തെക്കുറിച്ച് ഇത്രയും വലിയ വിവാദം കേരളത്തിലും ദേശീയ തലത്തിലാകെയും അല്ലെങ്കിൽ രാജ്യത്താകമാനവും ഉണ്ടായിട്ടില്ല എന്നതാണ് എമ്പുരാന്റെ പ്രത്യേകത, പ്രാധാന്യം എന്നത് നമുക്കറിയാം. രാജ്യത്താകമാനം അതൊരു വലിയ ചർച്ചയും വിവാദവുമാകുന്നു. അതിന് പിന്നാലെ അണിയറ പ്രവർത്തകർ കീഴടങ്ങുന്നു, അവർ വഴങ്ങുന്നു, തിരുത്തലിന് കത്രിക വെക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ അത് സംബന്ധിച്ച വാഗ്വാദങ്ങൾ സജീവമായി തുടരുമ്പോഴും താരസംഘടന, മറ്റ് ചലച്ചിത്ര സംഘടനകൾ എന്തെങ്കിലും ഒരു വാക്ക് മൊഴിയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് മോഹൻലാൽ തന്നെ ഈ ആക്രമണം നേരിടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് തന്നെ ഒരു ഖേദപ്രകടനം പങ്കുവെക്കേണ്ടി വരുമ്പോൾ, തിരുത്തലുണ്ടാകുമെന്ന് പറയേണ്ടി വരുമ്പോൾ താരസംഘടനയിലുള്ള ആരുടെയെങ്കിലും പ്രതികരണം, സംഘടന എന്ന നിലയ്ക്ക്, ഭാരവാഹികൾ എന്ന നിലയ്ക്ക് പലരെയും നമ്മൾ ബന്ധപ്പെട്ടു, തുടർച്ചയായി അവരോട് ആശയവിനിമയം നടത്തി. പ്രതികരണത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അവർ പക്ഷേ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് തങ്ങൾ തയ്യാറല്ല എന്ന നിലപാട്, അതിന് ഒരു ന്യായം പറയുന്നത് അതിൻ്റെ അണിയറ പ്രവർത്തകർ തിരുത്തലിന് തീരുമാനിക്കുന്നു, അതിൽ പ്രത്യേകിച്ച് എന്ത് പറയണം എന്നതൊക്കെയാണ് അവരുടെ ന്യായവാദങ്ങൾ. പക്ഷേ താരസംഘടന സമ്പൂർണ്ണമായ മൗനം പാലിക്കുന്നു. താരങ്ങൾ തന്നെയും മൗനം പാലിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. അത് മാത്രമല്ല, ഫെഫ്ക ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ച സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. അവരുമായൊക്കെ ആശയവിനിമയത്തിന് ശ്രമിച്ചുവെങ്കിലും ഒരു തരത്തിലുള്ള പ്രതികരണം അവർ നൽകാൻ തയ്യാറായില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചർച്ചയുണ്ടാകുമ്പോൾ ഇതിൽ തന്നെ കത്രിക വെക്കുന്നതിന് അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങളുണ്ട്. അതിനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായി പരിഗണിക്കണമെന്ന അഭിപ്രായമുള്ളവരുണ്ട്. അങ്ങനെ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ തുടർച്ചയായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനകൾ, താരങ്ങൾ, അതിൻ്റെ താരസംഘടനകളുടെയും മറ്റ് ഇതര ചലച്ചിത്ര സംഘടനകളുടെയും ഭാരവാഹികളൊക്കെയുണ്ട്. പക്ഷേ അവരിപ്പോഴും മൗനം അവലംബിച്ച് തന്നെ തുടരുകയാണ്. ഒരു പ്രതികരണത്തിനും ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഇങ്ങനെ ഒറ്റപ്പെടുത്തി ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ, പ്രത്യേകിച്ച് പൃഥ്വിരാജിനെ പ്രത്യേകമായി ലക്ഷ്യം വെക്കുന്നു. മോഹൻലാൽ തന്നെയും അദ്ദേഹത്തിന് ഖേദപ്രകടനമൊക്കെ നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ ഒറ്റപ്പെടുത്തി ആക്രമിക്കപ്പെടുന്നവരുടെ പക്ഷം ചേർന്ന് നിൽക്കാനുള്ള ബാധ്യത ഉണ്ടാകുമല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിലപാട് പ്രഖ്യാപനത്തിനോ അഭിപ്രായ പ്രകടനത്തിനോ ഒക്കെ ഈ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ ഈ ഘട്ടം വരെ അങ്ങനെ ഒരു പ്രതികരണത്തിന്, അതായത് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിവാദം ഉണ്ടായപ്പോൾ അത് ഒരു ഒളിച്ചോട്ടമോ രക്ഷപ്പെടലോ ഒക്കെയായി സ്വാഭാവികമായും വ്യാഖ്യാനിക്കപ്പെടും. ഈ വിഷയത്തിൽ ഇനി നേരത്തെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ തുടർച്ച എന്നത് ഒരു വശത്ത് നിൽക്കുന്നുണ്ടാകും. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവർ എല്ലാ ചേരികളിലും കാണുകയും ചെയ്യും. പക്ഷേ എന്ത് തന്നെയായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക അഭിപ്രായ പ്രകടനം കുറഞ്ഞപക്ഷം താരസംഘടനയുടെ ഭാഗത്തു നിന്നെങ്കിലും, ഇനി അതിനുമപ്പുറത്തേക്ക് താരങ്ങൾക്ക് പരിമിതിയുണ്ടെങ്കിൽ ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും ഒക്കെ പ്രതികരണത്തിലേക്ക് പോകാമായിരുന്നു. പക്ഷേ ഇപ്പോഴും അവർ ആ മൗനം തുടരുകയാണ്. മൗനം ഭജിക്കാൻ അവർ തയ്യാറായിട്ടില്ല ഇതുവരെ. ശരി, അതാണ് ഒരു പ്രതികരണവും ഒരു ചലച്ചിത്ര സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സജോ ദേവസ്യ പറയുന്നത്.